അസ്സലാമലൈക്കും. ഇന്ന് ഒരു ദം ബിരിയാണീൻ്റെ റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റമദാനായിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ നമ്മളൊരു ഈസി ആയിട്ടുള്ള ദം ബിരിയാണി അതും കുക്കറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, വലിയ ജീരകം, പുതിന, മല്ലിയില ഇതെല്ലാം കൂടി നമ്മളൊരു ചോപ്പറിലോ മിക്സിയിലോ ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ ആവാൻ പാടില്ല, എന്നാൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ചോപ്പറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ആയി കിട്ടും. ദെൻ നമ്മൾ മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നെയ്യ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, വെളിച്ചെണ്ണ ഓയിലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ദെൻ അതിലേക്ക് ഒരു സവാള ഇതേപോലെ ചെറുതായി എറിഞ്ഞിട്ട് കൊടുക്കുക നീളത്തിൽ. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു തക്കാളി തോലും ഇല്ലാതെ ഇട്ട് കൊടുക്കുക. ദെൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മസാല. ദെൻ അതിലേക്ക് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു നുള്ള്, അതേപോലെ തന്നെ കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ദെൻ കുറച്ച് പുളിക്കായിട്ട് നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ തൈര് ചേർക്കുന്നില്ല. ഇതിലേക്ക് നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുള്ള ഞാൻ എല്ലുള്ള ഇറച്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത്, ഞങ്ങൾ രണ്ടാളുള്ളതുകൊണ്ട്. ദെൻ നമ്മളിത് മൂടി വെക്കുക. വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. 2 വിസിലിൽ വേവിച്ചെടുക്കുക. ആ ഒരു ടൈമിൽ നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കുക. ഗ്രാമ്പു, കറുവപ്പട്ട, ഏലക്കായ, നെയ്യ് ഇട്ട് കൊടുത്തിട്ട് നമ്മളുടെ ആ അരി ഒന്ന് വേവിച്ചെടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാലയിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ കാഷ്യൂനട്ടും മുന്തിരിയും അതുപോലെ കുറച്ച് ഉള്ളിയും ഒന്ന് വറുത്തത് അല്പം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അത് വിസിലില്ലാതെ കുക്കർ മൂടി വെച്ചിട്ട് ആവി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അറൗണ്ട് 10 മിനിറ്റ്സ് മാക്സിമം. അതിൻ്റെ ഉള്ളിൽ ആയി വന്നിരിക്കും. ആയി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നു നോക്കിയാൽ നമ്മൾ ഈസി ആയിട്ടുള്ള ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആൻഡ് ടേസ്റ്റിയാണ്. നമ്മൾ വെറുതെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടൊന്നും ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. അടിപൊളിയാണ്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണി ഇപ്പോൾ ഉണ്ടാക്കൽ റെയറാണ്, ഉണ്ടാക്കാറില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ബൈ.